അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ മീര, കിംസ് വലിയത്ത് ഹോസ്പിറ്റലിലെ റുമറ്റോളജി വിഭാഗം ഡോക്ടറാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കാലാവസ്ഥ വ്യതിയാനം കാരണം നമ്മുടെയൊക്കെ രോഗപ്രതിരോധ ശേഷിയിൽ വരാൻ പറ്റുന്ന ചേഞ്ചസിനെ പറ്റിയാണ്. റുമറ്റോളജിയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ആണ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയാണിത്. ഇതിന് എക്സാമ്പിളാണ് നമ്മൾ സാധാരണ പറയുന്ന സന്ധിവാതം, ലൂപ്പസ്, സ്ക്ലീറോഡെർമ അതുപോലുള്ള രോഗങ്ങൾ. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത്. ഈ അടിക്കടി വരുന്ന മഴ, വെള്ളപ്പൊക്കം ആവുക, ഒരുപാട് ചൂട് വരിക, ആഗോളതാപനം, ഇതെല്ലാം കാരണം വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ പൊല്യൂഷന്റെ, മലിനീകരണത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ റുമറ്റോളജിക്കൽ രോഗങ്ങൾ, അതായത് സന്ധിവാതം ഒക്കെ കൂടുതലായിട്ട് മനുഷ്യരിൽ കാണപ്പെടുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കോവിഡ് പോലുള്ള രോഗങ്ങൾ, ഫ്ലൂ, ഇൻഫ്ലുവൻസ ഇതുപോലുള്ള ഒരുപാട് രോഗങ്ങൾ ആക്ച്വലി ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് നമുക്ക് ഇൻഫെക്ഷസ് ഡിസീസസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാം കാരണം നമ്മുടെ ഈ സന്ധിവാതം പോലുള്ള റുമറ്റോളജിക്കൽ അസുഖങ്ങൾ കൂടുതലാവുന്നു എന്ന് മാത്രമല്ല, നേരത്തെ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആയിരുന്ന ഒരു രോഗിക്ക് ലക്ഷണങ്ങൾ അമിതമായിട്ട് വരിക അഥവാ ഫ്ലെയർ ആയിട്ട് വരിക എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ജോയിന്റ്സ് ഒക്കെ നോർമൽ ആയിരുന്ന ഒരാൾക്ക് പുതുതായിട്ട് പെയിൻ കൂടുന്നു, പുതുതായിട്ട് ഡിസീസ് കൺട്രോൾ അല്ലാതാകുന്നു, ഇങ്ങനെ നമ്മൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് സന്ധിവാതം അല്ലെങ്കിൽ നമ്മൾ പാമവാതം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് തന്നെ എടുക്കാം. അതിൽ തന്നെ മരുന്നുകൾ വെച്ച് കൺട്രോൾ ആയിരുന്ന ഒരു രോഗിക്ക് പെട്ടെന്നൊരു മഴ വരുന്നു അല്ലെങ്കിൽ തണുപ്പ് കൂടുമ്പോൾ ഇൻഫെക്ഷൻ പുതുതായിട്ട് വരികയോ അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലാതെ തന്നെ ജോയിന്റ് പെയിൻ കൂടുന്നതായിട്ടും സന്ധികൾ ഭയങ്കര സ്റ്റിഫായി പോവുക, പുതുതായിട്ട് നീർവീക്കം വരിക, ഇങ്ങനെയും വരാം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഡോക്ടറെ കണ്ട് മരുന്നുകൾ അഡ്ജസ്റ്റ് ക്രമീകരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെയാണ് ഈ വൈറൽ പനികൾക്ക് ശേഷം മയോസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം വരാം. അതായത് നമ്മൾ വൈറൽ പനികളിൽ എപ്പോഴും നമുക്ക് ഈ ദേഹം മൊത്തം വേദനയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ചില കേസസിൽ ഇത് സങ്കീർണമാവുകയും നമ്മുടെ അതായത് നമ്മുടെ പേശികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്യും. അതായത് നമ്മുടെ കൈ ഉയർത്താൻ പറ്റാതിരിക്കുക, മുടി ചീകാൻ പറ്റാതിരിക്കുക, ഇരുന്ന ഇരിപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാതിരിക്കുക, ഇത്രയും സിവിയർ ആയിട്ട് തന്നെ ചിലപ്പോൾ മാംസപേശികൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ട് മയോസൈറ്റിസ് എന്നൊരവസ്ഥയിലേക്ക് പോകാം. ഇതുപോലുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, അതായത് നമ്മൾക്ക് നേരത്തെ കൺട്രോളിലായിരുന്ന ഒരു അസുഖം ഇപ്പൊ എന്തോ കൂടുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കുക.